ശബരിമലയ്ക്ക് തുല്യമായ കാനനപാതയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ശബരിമലയ്ക്ക് തുല്യമായെന്ന് പറഞ്ഞു നമ്മൾ ആ കാനനപാതയിൽ കൂടെ നടന്നു വരുന്ന ആ കാനന ഭംഗി വരെയും ആസ്വദിക്കാൻ കഴിയും. തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചൊവ്വര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണിത്. 800 വർഷത്തിനുമേൽ പഴക്കമുള്ള അതിപുരാതന സന്നിധാനങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ചൊവ്വര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അറബിക്കടലോരം നെഞ്ചിലേറ്റുന്ന മനോഹരമായ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പ്രയാസമാണെങ്കിലും ചരിത്രരേഖകളിൽ കൊല്ലവർഷം 852 ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയതായി സൂചിപ്പിക്കുന്നു. അറബിക്കടലിൻ്റെ തീരം ചേർന്നുള്ള ചൊവ്വര വനപ്രദേശമായിരുന്നു. പഞ്ചപാണ്ഡവന്മാർ ഈ വനത്തിൽ ഒളിച്ച് താമസിച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. കിഴക്കേ നടയിലൂടെ ക്ഷേത്രദർശനം നടത്തണമെങ്കിൽ ഇരുമുടിക്കെട്ടുമായി 18 പടി ചവിട്ടണം. എങ്കിലേ ശാസ്താവിനെ ദർശിക്കാൻ അനുവദിക്കൂ. ബുധൻ, ശനി, മലയാള മാസം 1-ാം തീയതി, ഉത്രം, പൗർണമി, വൃശ്ചികം 1 മുതൽ മകരം 1 വരെ മാത്രമാണ് നട തുറക്കാറുള്ളത്. പ്രതിഷ്ഠാ ദിനമായ കുംഭമാസത്തിലെ രോഹിണി നാളിലാണ് പടിപൂജ നടത്താറുള്ളത്. 7 നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നു. അതിൽ എള്ളു പായസം ഭഗവാന്റെ ഇഷ്ടനിവേദ്യമാണ്. ഗണപതി, ദുർഗ, മഹാദേവൻ, നാഗർ ഇവർക്കെല്ലാം സംരക്ഷകനായി സങ്കല്പിച്ച് രക്ഷാദേവന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ശബരിമലയിലേക്ക് പോകുവാൻ കഴിയാത്ത ഭക്തർ ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട്. അത് വളരെ പുണ്യമായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത്. ഈ പടിക്കെട്ടുകൾക്ക് തൊട്ടു മുമ്പിലായി ചെറിയൊരു കാനനപാതയുമുണ്ട്. ആ കാനനപാതയും ചവിട്ടി 18 പടിയും കയറിയാണ് അയ്യനെ കാണാനെത്തുന്നത്. ശബരിമലയിലേക്ക് പോകാൻ പറ്റാത്ത ഭക്തർക്ക് ഇതൊരു പുണ്യം തന്നെയാണ്. ശബരിമലയ്ക്ക് തുല്യമായി 18 പടികളും ഇവിടെയുണ്ട്. ഇവിടെയും ഇരുമുടി കെട്ടോടുകൂടി മാത്രമേ ഈ പടി ചവിട്ടാൻ അനുവാദമുള്ളൂ. ചൊവ്വര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണിത്. ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനൊരു കഥയും നിലനിൽക്കുന്നുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് ഇലങ്കത്തിലുള്ള ഒരു പൂജാമുറിയിൽ മഹാരാജാവ് ഒളിച്ചിരിക്കുകയും ഇതറിഞ്ഞ 8 വീട്ടിൽ പിള്ളമാർ തറവാട് അഗ്നിക്കിരയാക്കിയെങ്കിലും പൂജാമുറി ഒഴികെ തറവാട് ഒന്നാകെ കത്തി നശിച്ചു. ഒരു നാൾ മഹാരാജാവും പരിവാരങ്ങളും മുരിയത്തോട്ടം തറവാടിൽ എഴുന്നള്ളി താൻ ഒളിച്ചിരുന്ന പൂജാമുറി മാത്രം കത്താതിരുന്നതിൻ്റെ കാരണം എന്തെന്നന്വേഷിച്ചു. തറവാട്ട് വകയായി ഒരു ശാസ്താക്ഷേത്രം ചൊവ്വരയിലുണ്ടെന്നും അവിടെ ചെന്ന് നിത്യനെ പൂജ നടത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ ശ്രീധർമ്മശാസ്താവിനെ പൂജാമുറിയിൽ വെച്ച് നിത്യനെ പൂജിക്കുകയാണെന്നും ശാസ്താവിൻ്റെ ചൈതന്യ ശക്തി കൊണ്ടാണ് പൂജാമുറി അഗ്നിക്കിരയാകാതിരുന്നതെന്നും കാരണവർ രാജാവിനോട് ഉണർത്തിച്ചു. കാര്യങ്ങൾ ഗ്രഹിച്ച രാജാവ് ചൊവ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ പ്രകാരമാണ് രാജാവിന് ക്ഷേത്രത്തിലെത്തുന്നതിന് ചൊവ്വര ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെ ഒരു ഇടവഴി വെട്ടിത്തെളിച്ചു കൊടുത്തു. രാജപാത എന്ന പേരിലാണ് ആ നിരത്ത് അറിയപ്പെടുന്നത്. ആധികാരികമായിട്ടുള്ള രജിസ്റ്ററുകളിലും ഈ പേര് കാണാം. ശബരിമലയ്ക്ക് തുല്യമായ കാനനപാതയും താണ്ടി ഈ 18 പടികളും ചവിട്ടി വേണം ഇരുമുടിക്കെട്ടുമായി നമുക്ക് അയ്യനെ കാണാൻ അകത്ത് കയറാൻ വേണ്ടി. നാളെ മകരവിളക്കായിട്ട് ഈ ക്ഷേത്രത്തിലെ എന്തൊക്കെയാണ് ചടങ്ങുകളെന്ന്, എന്തൊക്കെയാണ് നാളത്തെ വിശേഷാൽ പൂജകളെന്നും നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ കമ്മിറ്റി ഭാരവാഹികളാണ്, കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. നമുക്ക് എന്താണെന്ന് ചോദിക്കാം. രാവിലെ 5:30 മുതൽ നിർമ്മാലയം, നെയ്യഭിഷേകം, പൂജാകർമ്മങ്ങൾ, പിന്നെ 9 മണിക്ക് മഹാരാജാവ് ദീപം കൊളുത്താൻ വരുന്നുണ്ട്. ഈ 18 പടി ശരിക്കും ആൾ കയറുന്ന ദിവസം ഒന്നാണ്. അത് ഈ പറഞ്ഞ പോലെ വ്രതം അനുസരിച്ചേ കയറുള്ളൂ. പടിപൂജ ചെയ്തിട്ടുന്ന ഒരു പടിയാണത്. അപ്പം പ്രായപരിധി കണക്കാക്കിയേ കയറ്റത്തുള്ളൂ. പിന്നെ അത് പോയിട്ടാണെങ്കിൽ പൊങ്കാല ശരിക്കും വരുന്നവർ നിത്യ കുറഞ്ഞത് 7,000 ആൾ നാളെ കൂടും. മകരവിളക്കാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഈ ദിവസത്തിന് വേണ്ടി ഈ ദിവസം കാത്തിരിക്കുകയാണ്. മാലയിട്ട് വ്രതം പിടിച്ച് കാത്തിരിക്കുന്ന ഒരു അമ്പലമാണ്. പഴയ എന്ന് വെച്ചാൽ 800 വർഷത്തോളം പഴക്കമുള്ള അമ്പലമാണ്. പക്ഷേ പുതിയായിട്ട് പുതുക്കിയിട്ട് നമ്മൾ 2000-ലാണ് പുനഃപ്രതിഷ്ഠ ഉണ്ടായത്. അങ്ങനെ ശരിക്കും ആൾ വന്ന നിലയ്ക്കാണെങ്കിൽ ശരിക്കും ആൾ വരുന്ന അമ്പലമാണ്. തെക്കൻ ശബരിമല എന്നാണ് പറയുന്നത്. വെളി അറിയും തെക്കൻ ശബരിമല എന്നാണ് വെളി അറിയും. തെക്കൻ ശബരിമല എന്നാണ് വെളിയിൽ അറിയുന്നതും ഇവിടുത്തെ സ്ഥാപനം തന്നെയാണ്. അത് കഴിഞ്ഞ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കെട്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 18 പടി കയറി വരുന്നത് താഴ്ഭാഗത്തൂടെയാണ്. നേർ മല കയറി വരുമ്പോഴാണ് വരേണ്ടത്. അതിനുള്ള ഏർപ്പാട്
അത് ഇവിടുത്തെ കാനന ഭംഗിയോളം ശബരിമലയോളം ഏകദേശം ആ ഒരു അനുഭൂതി എല്ലാവർക്കും ഭക്തർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മുസ്ലിം ജമാഅത്തുണ്ട്. ആ പള്ളിയിൽ നിന്ന് പേട്ട തുള്ളി ആൾക്കാർ നമ്മുടെ ശബരിമലയിൽ എങ്ങനെ പോകുന്നു ആ രീതിയിൽ അത്രയും വ്രതശുദ്ധിയോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ അത് കഴിഞ്ഞ് പടി കഴിഞ്ഞ് ആ അഭിഷേകം കഴിയുന്നതോടെ പൊങ്കാലയ്ക്ക് തീ കൊളുത്തുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിൽ നിന്നും വർഷങ്ങളായിട്ട് ക്ഷേത്രത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭാവന എന്നല്ല എന്ന് പറയേണ്ട ഒരു പടി അളക്കലുണ്ട്. ആ പടി അളക്കുന്നത് നാളെ സെക്രട്ടറി ഏറ്റുവാങ്ങുന്നതാണ്. എല്ലാ വർഷങ്ങളിലും മകരവിളക്കിൻ്റെ 9:30-ക്കും 10 മണിക്കും ഇടയ്ക്കായിട്ട് രാജകുടുംബാംഗം വന്ന് ആ പടി ഇവിടുത്തെ സെക്രട്ടറി ഏൽപ്പിക്കലാണ് പതിവ്. അപ്പം നമ്മൾ ഇന്ന് വന്നപ്പോൾ ഉച്ചയ്ക്ക് അന്നദാന സദ്യ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നാളെ അന്നദാന സദ്യ കാണുമോ? തീർച്ചയായിട്ടും നാളെയാണ് ബഹുകേമമായിട്ട് 5000 പേർക്കെങ്കിലും കുറഞ്ഞത് ഉണ്ടാവും, സദ്യ ഉണ്ടാവും, നാളെ ഉണ്ടാവും. 2000 പേര് കൂടുതൽ ഉണ്ടെന്നുണ്ട് ഇപ്പോഴും ദിവസം സദ്യയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നാളെ ആണെങ്കിൽ അന്നദാനമാണ്. ഇത്രയും ജനങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് രാവിലെ കാപ്പി, ഇടയ്ക്ക് കഞ്ഞി, അതിനുശേഷമാണ് 5000 പേർക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. തിരക്കുണ്ട്. പഞ്ചായത്ത്, പിന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നാളെ ഇവിടെ ഉണ്ടാവും. അവർക്കെല്ലാം പ്രത്യേക ഓഫീസറുണ്ടാവും. അവരെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട്. സന്നിധാനത്ത് ശബരിമലയും ക്രമീകരിക്കുന്ന അതേ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയാണ് നാളത്തെ. അതിന്റെ ഡിപ്പോയിൽ തന്നെ 10-17 ബസ് സർവീസ് ഉണ്ട് ഇവിടെ. ഡിപ്പോ ഇവിടെ തുറക്കും. നാളെ സന്നിധാനം അങ്ങനെയാണ്. ഏത് ഏരിയയിൽ പോകാനുണ്ട് അവരെ റൂട്ട് വിട്ടുകൊടുക്കും. നമ്മൾ അതിൻ്റെ പരിപാടി ഒന്നും നോക്കേണ്ട. തിരക്കുണ്ട്. ഒളിവിയാണ് ബസ് പോകുന്നത്. തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാഹനം നാളെ ഒൺവേ ആയിരിക്കും. കാരണം ചൊവ്വര ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതുവഴി കറങ്ങി ചപ്പാത്ത് വഴി തിരിച്ച് റിട്ടേൺ ബാലരാമപുരം, തിരുവനന്തപുരം, കാട്ടാക്കട ഇങ്ങനെ പോയിക്കൊണ്ട് നേറ്റിങ്ങനെ പോകുന്നത്. തിരിച്ച് റൂട്ട് വഴി വാഹനം പോകുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വന്ന റൂട്ട് വൺ വേ സംവിധാനത്തിലൂടെ ആയിരിക്കും നാളെ വാഹനങ്ങൾ പോകുന്നത്. എല്ലാവരും അതൊക്കെ നോക്കി കണ്ട് കൃത്യമായിട്ട് എത്തിച്ചേരുക. മകരവിളക്ക് പ്രമാണിച്ച് നാളെ പ്രത്യേക പൂജകൾ എന്തെങ്കിലും ഉണ്ടോ? പൂജയായിട്ട് കളഭമുണ്ട്, പിന്നെ ചുറ്റും വിളക്ക് വയ്ക്കും. നാളെ അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ടുമായിട്ട് വരുമ്പോൾ നെയ്യഭിഷേകം ചെയ്ത് അവർക്ക് കൊടുത്തു വിടും. ഈ മകരവിളക്ക് ദിവസം മാത്രമാണ് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വരുന്നത്. മലയാള മാസമൊക്കെ വരും. മലയാള മാസം 1-ാം തീയതി പടിയോട്ടി കയറും. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തർക്കും ഇന്ന് സമൂഹ സദ്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാളെ അന്നദാനവും കാണും. 5000 പേർക്കാണ് നാളെ അവർ ഭക്ഷണം ഒരുക്കുന്നത്. പൈങ്കുനി ഉത്രനാൾ നടത്തുന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രതിഷ്ഠാദിനമായ കുംഭത്തിലെ രോഹിണിക്ക് 18-ാം പടിയിൽ പടിപൂജ നടത്തുന്നുണ്ട്. മണ്ഡല വ്രതകാലത്ത് അനവധി ഭക്തന്മാർ കെട്ട് നിറച്ച് ഇവിടെ വന്ന് മലയ്ക്ക് പോകുന്നുമുണ്ട്. അതേപോലെ കെട്ട് നിറച്ച് ഇവിടെയും എത്തുന്നുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ ഒരു ക്ഷേത്രം കൂടിയാണിത്. കുളച്ചൽ യുദ്ധകാലത്ത് ഇതുവഴി കപ്പലിൽ യാത്ര ചെയ്ത നാവിക സേനാംഗങ്ങൾ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ കണ്ട് പടയൊരുക്കമെന്ന് തെറ്റിദ്ധരിച്ച് ക്ഷേത്രത്തിന് നേർക്ക് വെടിവെക്കുകയും ക്ഷേത്രത്തിന് കേട് സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കലശവും നടത്തിച്ചതായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുരിയത്തോട്ടം തറവാട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ പറയുന്നുണ്ട്.